അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ പവിത്രമായിരിക്കുന്ന ഈ സമയം അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് കേൾക്കാനും അതിനെ ജീവിതത്തിലേക്ക് പകർത്താനും ഉള്ള സൽമനസ്സും അള്ളാഹു നമുക്ക് നൽകി. അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കുക എന്നത്, മുത്തഖിയായിട്ട് മാറുക, തഖ്വയുള്ളവരായി മാറുക എന്നതാണ് റമദാനിലെ നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ്. പരിശുദ്ധമായ റമളാൻ മാസം അത് ഖുർആൻ അല്ലാഹു ഇറക്കിയ, അവതരിപ്പിച്ച മാസമാണ്. ആ ഖുർആൻ എന്താണ്? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല നമുക്ക് ഇറക്കിത്തന്ന ഈ മാസം നമ്മളതിനെ പരിഗണിക്കുകയും പരമാവധി പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ ആഗതമായി കഴിഞ്ഞാൽ മഹാന്മാരാകുന്ന മുൻഗാമികൾ മറ്റുള്ള പണികളെല്ലാം മാറ്റിവെച്ച് ഖുർആനിന് വേണ്ടി അവർ സമയം പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. ആവുന്നത്ര ഖുർആൻ പാരായണം ചെയ്യുകയാണ്. പകലിൽ ഒരു ഖത്മ് തീർത്തവരുണ്ട്, രാത്രിയിൽ മറ്റൊരു ഖത്മ് തീർത്തവരുണ്ട്. അതല്ലാതെ 10 നാൾ കൂടുമ്പോൾ 2ഉം 3ഉം അതിലേറെയും ഖത്മ് തീർത്തവരുണ്ട്. റമളാൻ പൂർണ്ണമാകുമ്പോഴേക്ക് 10ലേറെ ഖത്മ് തീർത്ത മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധമായ റമളാൻ ആഗതമായി കഴിഞ്ഞാൽ റമളാനിലെ ഓരോ സമയവും അത് ഖുർആനുമായി ബന്ധപ്പെടാൻ അവരെല്ലാം ശ്രമിക്കുകയാണ്. പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. കാരണം ആ ഖുർആൻ നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ശുപാർശകരായി വരുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നാളെ ആഖിറത്തിലുള്ള ശുപാർശകനാണ്. അള്ളാഹു അത്തരക്കാർ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, സമയം അനാവശ്യമായി ഒഴിവാക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയാനില്ല. പരിശുദ്ധമായ റമളാനാണ്. ചില ആളുകളൊക്കെ പറയും റമളാനിൽ ഉറക്കവും ഇബാദത്താണ് എന്ന് പറഞ്ഞ് ഉറങ്ങാനായി സമയം മാറ്റിവെക്കാനല്ല, മറിച്ച് ഇബാദത്തുകളിൽ കൂടെ അറിയാതെ വരുന്ന ക്ഷീണവും ഉറക്കവും അത് ഇബാദത്തിലേക്ക് പ്രത്യേകം പരിഗണിക്കപ്പെടും എന്നതിൽ സംശയവും ഇല്ല. അതേസമയം ഉറങ്ങാനായിട്ട് ഒരാൾ തീരുമാനിച്ചു, അതിനും കൂലി കിട്ടും, ഇല്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് വിശ്വാസികളായ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. സമയത്തെ ഒരു വിലയുമില്ലാത്തതുപോലെ ഒഴിവാക്കി കളയാനില്ല. പരമാവധി ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ഓതുക. ഓരോ ദിവസവും ഒരു കൃത്യമായിരിക്കുന്ന പ്ലാൻ വെക്കുക. ഒരു ദിവസം ഞാൻ ഒരു 2 ജുസ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ 5 ജുസ് കംപ്ലീറ്റ് ചെയ്യും. ഓരോ വഖത്തിലും സുബ്ഹ് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമായി ഒരു ജുസ്, അതുപോലെ തന്നെ ളുഹറിൻ്റെ സമയവും അസറിൻ്റെ സമയവും, അതേസമയം മഗ്രിബിന് ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രയാസമുണ്ടാകും. അങ്ങനെയെങ്കിൽ ളുഹറും അസറും നേരത്തെ അത് പരിഗണിക്കുക. പിന്നെ ഇശാ തറാവി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ജുസ്, ഇങ്ങനെ ദിവസവും ഓരോ വഖത്തുകൾക്ക് അടിസ്ഥാനമാക്കി
ഓരോ ജുസ് ഓതിക്കഴിഞ്ഞാൽ 5 ജുസ് ഒരു ദിവസമായി. അങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തിൽ വലിയ തൗഫീഖ്, വലിയ ബറക്കത്ത് ചെയ്യാണ്. നമുക്ക് വലിയ ആശ്വാസം ലഭിക്കുകയാണ്. നമ്മളറിയാതെ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു നമുക്ക് വഴികൾ കാണിച്ചു തരും. അങ്ങനെ 5 ജുസ് ഒരു നാൾ, 2-ാം നാൾ 10 3-ാം നാൾ 15, 4-ാം നാൾ 20, 5-ാം നാൾ അത് 25, 6-ാം നാൾ ഒരു ഖത്തം കംപ്ലീറ്റ് ആവുകയാണ്. ഇങ്ങനെ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് 5 ഖത്മ് തീർക്കാൻ, പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായും 5 തവണ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇതൊരു ചുരുങ്ങിയ സിമ്പിളായൊരു രൂപം പറഞ്ഞു എന്ന് മാത്രം. ഇതല്ലാതെയും ഒരുപാട് വഴികളുണ്ട്. അങ്ങനെയെല്ലാം ശ്രമിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനുമായി ഒരു നല്ല ബന്ധം ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടാകും. ആ കൂട്ടം ആളുകൾ പേരിൽ മാത്രം മുസ്ലിമീങ്ങളായിരിക്കും. പരിശുദ്ധ ഖുർആൻ അത് കേവലം എഴുത്തുകളിൽ മാത്രം ബാക്കിയാകും. എന്നു പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല. ഇസ്ലാം പറയുന്ന പൂർണ്ണമായിരിക്കുന്ന വഴിയെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാകില്ല. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞത്. പരമാവധി ലഭ്യമാകുന്ന സമയം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. നിങ്ങളിത് കേൾക്കുന്ന, നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നത് നോമ്പ് 2-നോ അല്ലെങ്കിൽ 3-നൊക്കെ ആയിരിക്കും. ആ സമയം ഇനിയുള്ള ദിവസം ഞാനത് പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന ഒരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, ഞാനടക്കം നമ്മളെല്ലാം ശ്രദ്ധിക്കുകയും പരിശുദ്ധ ഖുർആനിനെ പരമാവധി നമ്മുടെ ഒപ്പം ചേർത്തു പിടിക്കാൻ ശ്രമിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിപ്പാട്ടാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗീയമായിരിക്കുന്ന ആരാമങ്ങളിൽ നാളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.